ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകം ഒരു ലഘുപഠനം. ഇതിൻ്റെ കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പഠിച്ചു നിർത്തിയത് യാഗത്തെ പറ്റിയാണ്. യാഗത്തിന് ചില വ്യവസ്ഥകളുണ്ടെന്നും വ്യവസ്ഥ പ്രകാരമല്ലാത്ത യാഗം ദൈവത്തിന് പ്രസാദമല്ലെന്നും അത് ശാപകാരണമായി തീരുമെന്നും നാം മനസ്സിലാക്കി. 5-ാം അധ്യായത്തിൽ ഈ വ്യവസ്ഥ പ്രകാരം തൻ്റെ ജനത്തിനു വേണ്ടി യാഗം നിവർത്തിച്ച് വീണ്ടെടുത്ത യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഈ അധ്യായത്തിൽ ആരാധനാ വിഷയമായിരിക്കുന്നത് മനുഷ്യരുടെ പാപത്തിന് പരിഹാരമായി ക്രൂശിൽ യാഗമായ കുഞ്ഞാടാണ്. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു വീണ്ടെടുപ്പുകാരനായി വെളിപ്പെടുന്നു. വീണ്ടെടുപ്പ് എന്ന വാക്കിന് മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് രണ്ടർത്ഥമുള്ളതാണ്. ഒന്ന്, പരസ്യ വിൽപ്പന സ്ഥലത്ത് നിന്നും, അതായത് ചന്തസ്ഥലത്ത് നിന്നും വില കൊടുത്ത് വാങ്ങിക്കുക. രണ്ടാമത്തെ അർത്ഥം, ബന്ധിച്ചിരിക്കുന്ന ഒന്നിനെ കെട്ടഴിച്ച് സ്വതന്ത്രമാക്കുക. നമുക്ക് വേണ്ടി കർത്താവ് കൈവരുത്തുന്ന വീണ്ടെടുപ്പിൽ ഈ രണ്ട് കാര്യങ്ങളും ഉൾപ്പെടുന്നു. നാം ദൈവനീതിക്ക് തെറ്റി അന്യാധീനപ്പെട്ട് പോയവരും തന്നിമിത്തം പാപം, ഭയം, രോഗം, മരണം, ദ്രവത്വം, പിശാച് മുതലായവയ്ക്ക് അടിമപ്പെട്ട് അവയാൽ ബന്ധിക്കപ്പെട്ടവരുമാണ്. ആകയാൽ ഈ രണ്ടവസ്ഥയിൽ നിന്നുമുള്ള ഉദ്ധാരണം നമുക്ക്, അതായത് മനുഷ്യജാതിക്ക് ആവശ്യമായി വന്നു. ഇതിൽ നിന്ന് നമ്മെ ഉദ്ധരിക്കുവാൻ പ്രാപ്തനാണ് നമ്മുടെ വീണ്ടെടുപ്പുകാരൻ. കാരണം അവൻ നമുക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിച്ചവനാണ്. ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ നമ്മളുടെ വീണ്ടെടുപ്പർത്ഥമായ രക്തം ചൊരിയുകയും താൻ സ്വർഗാരോഹണം ചെയ്തപ്പോൾ പ്രസ്തുത രക്തവുമായി ദൈവസന്നിധിയിൽ പ്രവേശിച്ച് നമ്മെ വിലയ്ക്ക് വാങ്ങുകയും ചെയ്തു. എബ്രായർ 9:11-12 വാക്യങ്ങളിൽ ക്രിസ്തുവോ വരുവാനുള്ള നന്മ തിന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി, എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിച്ചു എന്ന് നാം വായിക്കുന്നു. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച നാളിൽ ഈ അഖിലാണ്ടത്തിന്മേലുള്ള അധീശത്വവും ഭരണാധികാരവും മനുഷ്യന് കൊടുത്തു. ഉൽപ്പത്തി 1:28 അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്, ഈ ലോകത്തിൽ, ഈ ഭൂമിയിൽ വാഴുവാൻ അതിനായിട്ടുള്ള അധികാരമാണ് ദൈവം കൊടുത്തത്. ഇവിടെ വാഴുവാനുള്ള അധികാരം. എന്നാൽ ഏദനിൽ വഞ്ചനയാൽ സാത്താൻ ഈ അവകാശം മനുഷ്യനിൽ നിന്ന് കൈവശപ്പെടുത്തി. അങ്ങനെ മനുഷ്യൻ തന്നെയും അവൻ അടിമയാകുകയും ചെയ്തു. കർത്താവിനെ പരീക്ഷിച്ചപ്പോൾ ഈ ലോകത്തിൻ്റെ സകല മഹത്വവും അവങ്കിൽ ഏൽപ്പിച്ചിരിക്കുന്നതായി സാത്താൻ പറഞ്ഞു. ലൂക്കോസ് 4:6 നമ്മൾ വായിക്കുന്നത്, ലോകത്തിലെ സകല രാജ്യത്തെയും ക്ഷണനേരത്തിൽ അവന് കാണിച്ചു, ഈ അധികാരമൊക്കെയും അതിൻ്റെ മഹത്വവും നിനക്ക് തരാം. അത് എങ്കൽ ഏൽപ്പിച്ചിരിക്കുന്നു, എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കുന്നു. സാത്താൻ പറഞ്ഞതാണ്. അത് പറയാനുള്ള അവൻ്റെ അവകാശമെന്ന് പറയുന്നത് ഏദനിൽ ആദാമിൽ നിന്നും അവൻ കൈപ്പറ്റിയ അല്ലെങ്കിൽ ബലമായി പിടിച്ചെടുത്ത, സൂത്രത്തിലൂടെ പിടിച്ചെടുത്ത ഈ ഭൂമിയുടെ അവകാശമാണ്. കർത്താവ് അതിനെ നിഷേധിച്ചില്ല. 1 യോഹന്നാൻ 5:19 സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് ഇന്ന് ലോകത്തിൻ്റെ ദൈവം അവനാണ്. 2 കൊരിന്ത്യർ 4:4 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കി. ഇങ്ങനെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ അവകാശത്തെയും നമ്മെയും വീണ്ടെടുത്ത് യഥാസ്ഥാനത്താക്കുക എന്നുള്ളതാണ് ക്രിസ്തുവിൻ്റെ പദ്ധതി.
വീണ്ടെടുപ്പ് പദ്ധതി. നാം ദൈവനീതിക്കാണ് തെറ്റിയത്. അതുകൊണ്ട് ക്രിസ്തു തൻ്റെ സ്വന്തം രക്തം ദൈവസന്നിധിയിൽ മറുവിലയായി കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങി. എബ്രായർ 9:24 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ പഴയ നിയമകാലത്ത് ഇസ്രായേൽ ജനത്തിൻ്റെ പാപപരിഹാരത്തിന് വേണ്ടി യാഗരക്തവുമായി ദൈവസന്നിധിയിലേക്ക് പോകുന്ന മഹാപുരോഹിതൻ്റെ, അതായത് അഹരോൻ്റെ 3 പ്രത്യക്ഷതയോടെ താരതമ്യപ്പെടുത്തി നമ്മുടെ കർത്താവിൻ്റെ പ്രത്യക്ഷതയെ പഠിപ്പിച്ചിരിക്കുന്നു. എബ്രായർ 9:24 മുതൽ 28 വരെ. ക്രിസ്തു വാസ്തവമായതിൻ്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്ക് അത്രേ പ്രവേശിച്ചത്. മഹാപുരോഹിതൻ ആണ്ടുതോറും അന്യരക്തത്തോടുകൂടെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്നത് പോലെ അവൻ തന്നെത്താൻ കൂടെ അർപ്പിപ്പാൻ ആവശ്യമില്ല. അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടമനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. ഇവിടെ പഴയ നിയമ യാഗവുമായി ബന്ധപ്പെടുത്തി ക്രിസ്തുവിൻ്റെ യാഗം, ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തെ പ്രസ്താവിച്ചിരിക്കുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നത് സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ. പഴയ നിയമകാലത്ത് ഒരൊറ്റ ദിവസം മാത്രമേ പഴയ നിയമ പുരോഹിതന് അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കാൻ സാധ്യമാകുകയുള്ളൂ. അതായത് മഹാപാപ പരിഹാര ദിവസത്തിൽ യാഗരക്തവുമായി, യാഗം കഴിച്ച് മൃഗത്തിൻ്റെ രക്തവുമായിട്ട് വിശുദ്ധ സ്ഥലത്തേക്ക് കയറിപ്പോകും. സ്വന്തം പാപത്തിന് വേണ്ടി ആദ്യം യാഗം കഴിക്കും. അതിനുശേഷം ജനങ്ങളുടെ പാപത്തിന് വേണ്ടി ഉള്ള യാഗരക്തവുമായി വിശുദ്ധ സ്ഥലത്ത് കടന്ന് കൃപാസനത്തിന്മേലത് തളിച്ച് ദൈവപ്രത്യക്ഷത ഉണ്ടാകുന്നു. അങ്ങനെ ജനത്തിൻ്റെ പാപത്തിന് പരിഹാരം വാങ്ങിച്ച്, പരിഹാരം പ്രാപിച്ച് തിരിച്ച് വീണ്ടും വിശുദ്ധ സ്ഥലത്ത് ജനത്തിൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നു. പുറപ്പാട് പുസ്തകത്തിൽ വിശദമായിട്ട്, ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിലും അതിനെക്കുറിച്ച് പഴയ നിയമ യാഗത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അവിടെ പുരോഹിതൻ പഞ്ഞിനൂൽ കൊണ്ടുള്ള വസ്ത്രം ധരിച്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മഹാപുരോഹിതൻ തൻ്റെ അലങ്കാര വസ്ത്രം മാറ്റി പഞ്ഞിനീൽ കൊണ്ടുള്ള വസ്ത്രം ധരിക്കണം. അങ്ങനെ വേണം ജനത്തിൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടേണ്ടത്. മഹാപുരോഹിതൻ്റെ വസ്ത്രം എങ്ങനെയാണെന്നുള്ളത് പുറപ്പാട് 28-2 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. അത് വളരെ വിലയേറിയ തുണി കൊണ്ടും അതിൽ വിലയേറിയ മുത്തുകളും രത്നങ്ങളും പതിച്ചിട്ടുള്ളതും ഒക്കെ ആയിട്ട് അതിൻ്റെ അകത്ത് വിവരിച്ചിട്ടുണ്ട്. ഇപ്പം ഈ വസ്ത്രമൊക്കെ മാറ്റിവെച്ച് പഞ്ഞിനൂൽ കൊണ്ടുള്ള, അതായത് വളരെ ലഘുവായ രീതിയിലുള്ള വസ്ത്രധാരണത്തോടെയാണ് ജനത്തിൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടേണ്ടത്. യാഗം കഴിക്കണമെങ്കിൽ അവൻ്റെ അലങ്കാരം, അതായത് അവൻ്റെ മഹത്വവും പുകഴ്ചയും ഒക്കെ മാറ്റിവെക്കണം. നമ്മുടെ മഹാപുരോഹിതനായ യേശു കർത്താവ് സ്വർഗത്തിലെ മഹത്വമായവൻ, കോടാനുകോടി സൂര്യൻ്റെ പ്രഭയെ വെല്ലുന്ന പ്രകാശം ധരിച്ചവൻ, എല്ലാം ഉപേക്ഷിച്ച് സാധാരണ മനുഷ്യനായി സ്വയം യാഗമൃഗമായി ജനത്തിൻ്റെ പാപം തൻ്റെ മേൽ വെച്ച് യാഗമായി സ്വന്തം രക്തവുമായി ജനത്തിൻ്റെ പാപമോചനത്തിന് വേണ്ടി 1-ാം സ്വർഗം കഴിഞ്ഞ് 2-ാം സ്വർഗം കഴിഞ്ഞ് 3-ാം സ്വർഗമായ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിച്ചു. ഇസ്രായേലിൻ്റെ യാഗത്തിൽ മഹാപുരോഹിതൻ പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം എന്നിവിടത്തേക്ക് പ്രവേശിക്കുന്നത് പോലെ നമ്മുടെ കർത്താവും
അതിവിശുദ്ധ സ്ഥലമായ സ്വർഗസ്ഥ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിച്ചു. തങ്ങളുടെ പാപത്തിന് പ്രായശ്ചിത്തം ചെയ്യാൻ അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറിപ്പോയ മഹാപുരോഹിതൻ മടങ്ങി വരുവാൻ ജനം കാത്തു നിൽക്കുമ്പോൾ പാപത്തിന് പ്രായശ്ചിത്തം കഴിച്ച് സ്വന്തം വസ്ത്രം ധരിച്ച്, അതായത് മഹാപുരോഹിതൻ്റെ സ്ഥാനവസ്ത്രം ധരിച്ച് മടങ്ങി വന്ന് തനിക്കായി കാത്തു നിൽക്കുന്ന ജനത്തിൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടും. അതാണ് ഇസ്രായേലിൻ്റെ പാപപരിഹാര പെരുന്നാളിൽ നടക്കുന്നത്. അതുപോലെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് ക്രൂശിൽ ചൊരിഞ്ഞ സ്വന്തം രക്തവുമായി മധ്യസ്ഥത ചെയ്യുന്ന നമ്മുടെ മഹാപുരോഹിതനായ യേശുക്രിസ്തു തേജസ്സിൻ്റെ വസ്ത്രം ധരിച്ചവനായി തനിക്കായി കാത്തിരിക്കുന്ന തൻ്റെ ജനത്തിനു വേണ്ടി മടങ്ങി വരും. ഇതാണ് പഴയ നിയമത്തിലെ യാഗവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത്. അഹരോൻ അല്ലെങ്കിൽ അന്നത്തെ മഹാപുരോഹിതൻ പ്രാകാരത്തിൽ യാഗം കഴിച്ച് ആ യാഗരക്തവുമായി വിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു ചെന്ന് സ്വന്തം പാപത്തിന് വേണ്ടി ആദ്യം പരിഹാരം നടത്തി, അതിനുശേഷം ജനങ്ങളുടെ പാപത്തിന് വേണ്ടി പരിഹാരം വരുത്തി അവൻ്റെ യഥാർത്ഥ സ്ഥാനവസ്ത്രങ്ങൾ ധരിച്ച് മടങ്ങി വരുന്നത് വരെയും ജനങ്ങളവിടെ കാത്തു നിൽക്കും. കാരണം മഹാപുരോഹിതൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അവിടെ മരിച്ചു വീഴും, അവൻ പുറത്ത് വരികയില്ല, മടങ്ങി വരികയില്ല. അപ്പോൾ ജനം വളരെ ആകാംക്ഷയോടെ തങ്ങളുടെ മഹാപുരോഹിതൻ്റെ മടങ്ങി വരവിന് വേണ്ടി അവിടെ കാത്തു നിൽക്കും. അങ്ങനെ മഹാപുരോഹിതൻ പുറത്ത് വന്ന് അവരുടെ പാപമോചനത്തിൻ്റെ ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് അവർ മടങ്ങിപ്പോകുന്നത്. എല്ലാ വർഷവും ഇത് തുടർന്നു കൊണ്ടേയിരിക്കും. എന്നാൽ നമ്മുടെ മഹാപുരോഹിതൻ ഊനമില്ലാത്ത കുഞ്ഞാടായ യേശു കർത്താവ് തൻ്റെ സ്വന്തം രക്തവുമായിട്ട് നമ്മളുടെ പിതാവിൻ്റെ ദൈവസന്നിധിയിലേക്ക് കയറിപ്പോയിരിക്കുകയാണ്. അവിടെ അവൻ നമുക്കുള്ള പാപ പരിഹാരം നടത്തി, അതായത് സ്വന്തം രക്തം കൊണ്ട് നമുക്ക് വേണ്ടി യാഗം കഴിച്ച് സ്വന്തം രക്തം പിതാവിൻ്റെ സന്നിധിയിൽ കൊണ്ടു ചെന്ന് നമ്മളുടെ എല്ലാം പാപത്തിന് മോചനം വാങ്ങിച്ച് അവൻ മടങ്ങി വരുന്ന ഒരു ദിവസമുണ്ട്. അതാണ് നമ്മുടെ പ്രത്യാശ. അതിനുവേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അന്നവൻ മഹാപുരോഹിതനായിട്ട്, അതായത് തേജസ്സിൻ്റെ വസ്ത്രം ധരിച്ചവനായിട്ട് പ്രത്യക്ഷപ്പെടും. തൻ്റെ രക്തം മറുവിലയായി കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങിയെങ്കിലും വീണ്ടെടുപ്പ് പ്രക്രിയ പൂർത്തീകരിച്ചിട്ടില്ല. ഇത് ലോകപ്രകാരം രജിസ്റ്റർ കച്ചേരിയിൽ നടക്കുന്ന നടപടികളുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കേണ്ട ഒരു ഭാഗമാണ്. വളരെ ചുരുക്കമായിട്ട് ഞാൻ പറയട്ടെ. നമ്മൾ ഒരു വസ്തു അല്ലെങ്കിൽ ഒരാളുടെ സ്വത്ത് എഴുതി കൊടുക്കാനായിട്ട് രജിസ്റ്റർ ഓഫീസിൽ പോയി ഇടപാടുകൾ നടത്തും. അതായത് നമ്മളുടെ ആർക്ക് കൊടുക്കണം, എങ്ങനെ ചെയ്യണം, എന്തൊക്കെയാണ് വ്യവസ്ഥകൾ എന്നെല്ലാം ഉള്ളത് വളരെ രഹസ്യമായിട്ട് എഴുതി അത് മുദ്ര വയ്ക്കും. മുദ്രപത്രത്തിൽ എഴുതി മുദ്ര വയ്ക്കും. സർക്കാരിൻ്റെ മുദ്ര നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ. ഒരു മുദ്രയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകതരം ഗ്ലൂ ഉണ്ട്, സീലിംഗ് ഗ്ലൂ. അത് വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഈ രേഖ പുറത്തെടുക്കണമെങ്കിൽ ആ ഒട്ടിച്ച ആ ഗ്ലൂ പൊട്ടണം. അത് പൊട്ടിയാൽ പിന്നെ വീണ്ടും അതുപോലെ ഒട്ടിക്കാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് ഒരു പ്രാവശ്യമേ ഇത് ഒറിജിനലായിട്ടുള്ളത് പൊട്ടിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ഇവിടെയും ഈ ഭൂമി സാത്താൻ്റെ ദൈവം മനുഷ്യർക്ക് ആദാമിനും ഹവ്വായിക്കും ഏദൻ തോട്ടത്തിൽ എഴുതി കൊടുത്ത മുദ്രപത്രം അല്ലെങ്കിൽ അവകാശം സാത്താൻ അത് കൗശലത്തിലൂടെ കൈവശമാക്കി അവൻ്റെ കൈവശം വെച്ചിരിക്കുകയാണ്. വാസ്തവത്തിൽ അധികാരം മനുഷ്യന് തന്നെയാണ്. ദൈവം മനുഷ്യന് കൊടുത്ത അധികാരമാണ്. അത് കൗശലം കൊണ്ട് സാത്താൻ കൈയടക്കി വെച്ചിരിക്കുകയാണ്.
നമുക്കറിയാം, ചില വീടുകളിൽ വാടകയ്ക്ക് ആളിനെ താമസിപ്പിക്കും. കുറച്ച് നാളത്തേക്ക് താമസിച്ചോളാൻ പറയും. ഉടമസ്ഥൻ വരാൻ വളരെ വൈകിയാണെങ്കിൽ കൗശലക്കാരായ ആൾക്കാരാണ് അവിടെ താമസിക്കുന്നതെങ്കിൽ അവർ വീട് മാറിക്കൊടുക്കുകയില്ല. എന്നാൽ വീടിൻ്റെ ആധാരം, അതിൻ്റെ അവകാശപത്രം ഉടമസ്ഥൻ്റെ കയ്യിലുണ്ട്. അത് കാണിച്ചാലും അവർ മാറിക്കൊടുക്കുകയില്ല. ഇത് ഞങ്ങളുടെ വീടാണ്, ഇത്ര വർഷമായിട്ട് ഞങ്ങളിവിടെ താമസിക്കുന്നതാണ് എന്ന് വാശി പിടിച്ച് അവർ വാദിച്ചു കൊണ്ടേയിരിക്കും. എന്നാൽ അതിന് യോഗ്യനായ അതായത് ഒരു അഡ്വക്കേറ്റോ അല്ലെങ്കിൽ ജഡ്ജിയോ അവരുടെ സാന്നിധ്യത്തിൽ ഈ മുദ്ര പൊട്ടിച്ച് ആ പത്രം വായിക്കുമ്പോഴാണ് യഥാർത്ഥമായിട്ടുള്ള കാര്യം വ്യക്തമാകുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള നടപടികൾ നടത്തും. ഈ വാടകക്കാരൻ സ്വന്തമായിട്ട് ഒഴിഞ്ഞു പോയില്ലെങ്കിൽ ബലാത്കാരേണ പോലീസും മറ്റ് ഉദ്യോഗസ്ഥരും വന്ന് അതിനുള്ളിലെ സാധനങ്ങളെല്ലാം പെറുക്കി വെളിയിലിട്ട് അവരെ അവിടെ നിന്നും പിടിച്ച് ഇറക്കും. ഇതാണ് ലോകവ്യവസ്ഥ. അതുപോലെ ഒരു സംഭവമാണ് ഇവിടെയും നടക്കാൻ പോകുന്നത്. തൻ്റെ രക്തം മറുവിലയായി കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങിയെങ്കിലും വീണ്ടെടുപ്പ് പ്രക്രിയ പൂർത്തീകരിച്ചിട്ടില്ല. രജിസ്റ്റർ കച്ചേരിയിൽ നടക്കുന്ന ഒരിടപാടിന് സദൃശ്യമാണിത്. ദൈവീക കോടതിയിലെ നിയമാനുസരണം 2000 വർഷങ്ങൾക്ക് മുൻപ് വില കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞതാണ് ഇത്. കാൽവറി ക്രൂശിൽ ക്രിസ്തുവിൻ്റെ മരണത്തോടുകൂടി ഇത് തിരികെ വാങ്ങിയതാണ്. എന്നാൽ ഈ ഭൂമിയുടെ കൈവശാവകാശം ഇപ്പോൾ പിശാചിനാണ്. കുടികിടപ്പുകാരനും അവനാണ്. കുടികിടപ്പുകാർ ശക്തരാണെങ്കിൽ വസ്തു വേറൊരാൾ വാങ്ങിച്ചാലും കൈവശക്കാരൻ ഒഴിഞ്ഞു കൊടുക്കുകയില്ല. അങ്ങനെ ഒരവസ്ഥയിലാണ് ഇന്ന് ഈ ഭൂമി. നിയമാനുസരണം ക്രിസ്തു വാങ്ങിച്ച തൻ്റെ അവകാശത്തെ കൈവശമാക്കാനാണ് താൻ വീണ്ടും വരുന്നത്. കൈവശമാക്കൽ പല നിലകളിലും നിയമങ്ങളിലുമായിട്ടാണ് താൻ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ആത്മാക്കളുടെ വീണ്ടെടുപ്പ് നിറവേറിക്കൊണ്ടിരിക്കുന്നു. എഫേസ്യർ 1:7 കൊലോസ്യർ 1:14 നമുക്കിത് കാണാം. വീണ്ടെടുപ്പ് പ്രാപിച്ചിരിക്കുന്നവരുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് തൻ്റെ മധ്യാകാശത്തിൽ വരവെങ്കിൽ നിറവേറ്റും. നാം തേജസ്കരിക്കപ്പെടും എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. എന്നാൽ അപ്പോഴും കൈവശക്കാരൻ കീഴടങ്ങി കൊടുക്കുകയില്ല. അവൻ കൈവശത്തിൽ നിന്ന് നിയമാനുസരണം കർത്താവിൻ്റെ വീണ്ടെടുപ്പ് അവകാശമായ അവകാശത്തെ സ്വാതന്ത്ര്യപ്പെടുത്തുവാനാണ് തൻ്റെ മധ്യാകാശ വരവിന് ശേഷമുള്ള ഉദ്യമം. ഇപ്പോൾ നമ്മളുടെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് മധ്യാകാശ വരവിങ്കിൽ നിറവേറും. എന്നാൽ നമ്മൾക്ക് അവകാശമായിട്ടുള്ള, ദൈവത്തിന് അവകാശമായിട്ടുള്ള ഈ ഭൂമി സാത്താൻ്റെ കയ്യിൽ നിന്നും പിടിച്ചെടുക്കണമെങ്കിൽ അത് ബലാത്കാരമായി തന്നെ ചെയ്യേണ്ട അവസ്ഥയിലാണ് എന്നുള്ളത്. സാത്താൻ പറഞ്ഞു, സർവ്വലോകവും എൻ്റെ അധികാരത്തിലുള്ളതാണ് എന്ന് പറഞ്ഞ് ഇപ്പോൾ ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രാരംഭ നടപടിയാണ് വെളിപ്പാട് 5 നമ്മൾ കാണുന്നത്. 7 മുദ്രയാൽ മുദ്രയിടപ്പെട്ടൊരു പുസ്തകം. 5-ാം അധ്യായം 1-ാം വാക്യം. ഇതിന് 3 പ്രത്യേകതകളുണ്ട്. ഇത് ദൈവത്തിൻ്റെ വലം കയ്യിലിരിക്കുന്നു. അതിൻ്റെ ഉള്ളിലും പുറത്തും എഴുതിയിരിക്കുന്നു. 7 മുദ്രകളാൽ അത് മുദ്രയിട്ടിരിക്കുന്നു. ഇത് വീണ്ടെടുപ്പിൻ്റെ പ്രമാണമാണ്. അതായത് വെളിപ്പാട് പുസ്തകത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളുടെ എല്ലാം താക്കോലാണ് 5-ാം വാക്യം. 1-ാം വാക്യത്തിൽ ഞാൻ സിംഹാസനത്തിലിരിക്കുന്നവൻ്റെ വലം കൈയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ടൊരു പുസ്തകം കണ്ടു. ഇത് വീണ്ടെടുപ്പിൻ്റെ പ്രമാണമാണ്. മഹാപീഡനകാലവും തുടർന്നുള്ള സംഭവങ്ങളും ഇത്
പൊട്ടിച്ച് കഴിയുമ്പോൾ ആരംഭിക്കും. കാരണം അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥ പാലിക്കുന്നില്ല എങ്കിൽ അത് ബലാത്കാരമായിട്ട് പിടിച്ച് എടുക്കും. ആ നടപടിയാണ് നമ്മൾ ഇനിയുള്ള ഭാഗത്ത് പഠിക്കാനായിട്ട് പോകുന്നത്. പഴയ നിയമത്തിലെ വീണ്ടെടുപ്പ് ലേവ്യാപുസ്തകം 25 വിവരിക്കുന്നു. ഒരു മനുഷ്യന് തൻ്റെ അവകാശം വിൽക്കാം. കൂടുതൽ ദരിദ്രനായി തീർന്നാൽ തന്നെത്താൻ വിൽക്കുകയും ചെയ്യാം. നമുക്ക് രൂത്തിൻ്റെ പുസ്തകത്തിൽ കാണാനായിട്ട് അത് സാധിക്കും. ബോവസ് അങ്ങനെയാണ് നമോമിയും കുടുംബത്തെയും അല്ലെങ്കിൽ രൂത്തിനെ വീണ്ടെടുക്കുന്നത്. അങ്ങനെ വിൽക്കപ്പെട്ട ശേഷം അടുത്ത ചാർച്ചക്കാരനവനെ വീണ്ടെടുക്കാം. അതിന് ചില വ്യവസ്ഥകളുണ്ട്. പ്രസ്തുത വ്യവസ്ഥകൾ പ്രമാണത്തിലെഴുതി സാക്ഷികളെ കൊണ്ട് ഒപ്പിടുവിച്ച് വില തൂക്കിക്കൊടുത്ത് ആധാരം മുദ്രയിട്ട് വാങ്ങിക്കുന്ന പതിവ് പിൽക്കാലത്ത് നടപ്പിലായി. പ്രസ്തുത നടപടി യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 32-ാം അധ്യായം 6 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാം. മുദ്രയിട്ടിരിക്കുന്നതും തുറന്നിരിക്കുന്നതുമായ ഈ ആധാരങ്ങളെ മേടിച്ച് എന്ന് യെശയ്യാവ് 32-ന്റെ 14 കാണുന്നുണ്ട്. വീണ്ടെടുപ്പ് നാളിൽ നിവർത്തിക്കേണ്ടുന്ന വ്യവസ്ഥകൾ വസ്തു വിൽക്കുമ്പോൾ പതിക്കുന്ന പ്രമാണങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കും. വീണ്ടെടുപ്പ് നാളിൽ വീണ്ടെടുക്കുന്നയാൾ അത് തുറന്നു നോക്കി അതിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾ നിറവേറ്റണം. നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവ് വീണ്ടെടുപ്പ് പ്രമാണം പിതാവിങ്കിൽ നിന്നും, അതായത് ദൈവിക കോടതി മുൻപാകെ നിന്നും, സിംഹാസനസ്ഥനായ ജഡ്ജിയുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിക്കുന്ന രംഗമാണ് വെളിപ്പാട് 5 തുടർന്ന് കാണുന്നത്. ബാക്കി ഭാഗം അടുത്ത ദിവസം ചിന്തിക്കാം. ഇവിടെ നമ്മൾക്ക് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ന്യായം വിധിക്കുന്ന ഒരു നാളുണ്ട്. എല്ലാ സത്യവും വെളിച്ചത്താകുന്ന ഒരു ദിവസമുണ്ട്. നമ്മളുടെ ജീവിതത്തെ ശോധന ചെയ്ത് ആ വീണ്ടെടുപ്പ് നാളിൽ നമ്മളും ആ സ്വർഗത്തിൽ സിംഹാസനത്തിൻ്റെ മുൻപാകെ കാണുമോ? ഇല്ല എങ്കിൽ നമ്മൾ നിത്യദണ്ഡനത്തിൽ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഭാഗങ്ങളിൽ അതിൻ്റെ ഒരു പരിധി വരെയുള്ള അതിൻ്റെ കാഠിന്യം മനസ്സിലാക്കാം. അതുപോലെ കാഠിന്യമേറിയ പീഡകളിൽ കൂടി കടന്നു പോവുകയും അന്ത്യമായി നിത്യമായ തീപ്പൊയ്കയിൽ വീണു പോവുകയും ചെയ്യും. അതിനിടവരാതെ ഓരോ ദിവസവും നമ്മെ തന്നെ ശോധന ചെയ്ത് കർത്താവിൻ്റെ വീണ്ടെടുപ്പ് നാളിൽ അവനോടൊത്ത് കാണപ്പെടുവാൻ തക്കവണ്ണം നമ്മെ തന്നെ പുതുക്കുവാൻ ഈ പഠനം നമ്മെ സഹായിക്കട്ടെ.